പക്ഷെ 10 വർഷത്തോളമാണ് അവർക്ക് ഡൊമസ്റ്റിക് അബ്യൂസ് അനുഭവിക്കേണ്ടി വരുന്നത്. പലർക്കും അറിയില്ല ബാറ്റേർഡ് വുമൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ അതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സമയത്ത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ കുട്ടി 3ാമത്തെ മാരേജാണ്. അപ്പം ഇങ്ങനെ 3 മനുഷ്യർ ജീവിതത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു ഹായ് ഓൾ, വെൽക്കം ടു ഫൈൻഡിങ് ഇക്കിഗായ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ ഈ ഒരു ടേം, ബാറ്റേർഡ് വുമൺ സിൻഡ്രോം. ഐ തിങ്ക് എവിടെയോ ഒരു എന്താ പറയുക, ഇങ്ങനെ കേട്ട് മറന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് ഈ ബാറ്റേർഡ് വുമൺ സിൻഡ്രോം എന്നുള്ളത് ഞാൻ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. സുഷമ തോപ്പിൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫേസ്ബുക്കിൽ പ്രൊവോക്ഡ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രൊവോക്ഡ് എന്ന് പറയുന്ന സിനിമയിൽ ഐശ്വര്യ റായുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അവർക്ക് ഇത് വരുന്നതായിട്ടാണ്, ഈ ഒരു സിൻഡ്രോം വരുന്നതായിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ സുഷമ തോപ്പിൽ അവർ നല്ല ഭംഗിയായിട്ട് എഴുതിയത് കണ്ടപ്പോഴാണ് ഞാൻ ആ സിനിമയെ കുറിച്ച് യൂട്യൂബിൽ പോയ സിനിമ നോക്കി. അതുപോലെ എന്താണ് ഈ സംഭവം, അത് ശരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊവോക്ഡ് എന്ന് പറയുന്ന സിനിമയിൽ ഈ കല്യാണം കഴിച്ചിട്ട് പഞ്ചാബിന്നോ ബീഹാറിൽ മറ്റാണ് കല്യാണം കഴിച്ചിട്ട് ഐശ്വര്യ റായുടെ ക്യാരക്ടറിനെ ലണ്ടനിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവർ വളരെ പ്രതീക്ഷയോടെ നല്ല ഹാപ്പിലി മാരീഡ് എന്നുള്ളൊരു തോട്ടോടു കൂടെ അങ്ങോട്ട് ചെല്ലുന്നു. പക്ഷെ 10 വർഷത്തോളമാണ് അവർക്ക് ഡൊമസ്റ്റിക് അബ്യൂസ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ സിൻഡ്രോം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ അബ്യൂസ് അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ലോങ് ടേമിൽ ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സെൽഫ് ഡൗട്ട്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള തോട്ട്, അല്ലെങ്കിൽ കൊലപാതകം, മർഡർ വരെ ചെയ്യാനായിട്ടുള്ള ഒരു തോട്ട് അവരുടെ മനസ്സിൽ. അതായത് അവർക്ക് ഡൗട്ട് വന്നിട്ട് സെൽഫ് എസ്റ്റീം കംപ്ലീറ്റ് ആയിട്ട് പോകും. സെൽഫ് ഡിനയലിലേക്ക് പോകും. ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് പോകും. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ഡൗട്ട്, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, എനിക്ക് എപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ സ്വന്തം ആ ഒരു സെൽഫ് എന്ന് പറയുന്ന ഒരു ബോധം അങ്ങനെ തന്നെ പോയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ സ്ത്രീ വരുന്നതാണ്. ഈ ഐശ്വര്യ റായുടെ ക്യാരക്ടർ വരുന്നതാണ് ആ സിനിമയിൽ. പക്ഷേ ഇത് റിയൽ ലൈഫിൽ ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട് ആക്ച്വലി. പലർക്കും അറിയില്ല ബാറ്റേർഡ് വുമൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ അതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മകൾ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത് അനുഭവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാത്ത പല മാതാപിതാക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ പല ആത്മഹത്യകളും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ടേം. എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും ഇത് അറിയാം, പക്ഷെ ഇങ്ങനൊരു സിൻഡ്രോം എന്നാണ് ഇതിന്റെ പേരിട്ട് വിളിക്കാം എന്നുള്ളത് എന്താ പറയാ ഒരു അറിവാ. കാരണം നമ്മൾ പല രീതിയിൽ ഈ സിറ്റുവേഷൻസിനെ കുറിച്ച് ഇപ്പം എനിക്ക് അറിയുന്ന ഫ്രണ്ട്സ് അടക്കം ഉണ്ട്. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഈവൻ സ്റ്റുഡൻസിൻ്റെ ഇടയിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ നമ്മൾ പരിചയമുണ്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്തൊരു കോളേജിൽ ഒരു കുട്ടി പറഞ്ഞ പോലെ ഷി ഗോട്ട് മാരീഡ് ത്രൈസ് ആക്ച്വലി. അതൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കമ്മ്യൂണിറ്റി ഞാൻ പറയുന്നില്ല, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു കുട്ടിയാണ്. ആദ്യത്തെ കല്യാണം കഴിഞ്ഞത് 15-ാം വയസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം വീണ്ടും അതും ഒന്നും ആയില്ല, അതങ്ങനെ പോയി. എല്ലാം ഡൊമസ്റ്റിക് വയലൻസാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുന്ന സമയത്ത്, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ കുട്ടി 3ാമത്തെ മാരേജാണ്. അപ്പോൾ ഇങ്ങനെ 3 മനുഷ്യർ ജീവിതത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പല അനുഭവങ്ങളും പലരും പങ്കുവയ്ക്കുമ്പോഴും നമുക്കത് അനുഭവങ്ങൾ മാത്രമാണല്ലോ. അതിന് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു സിറ്റുവേഷനാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. എനിക്കതിൽ ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുക എന്നുള്ളത്. പലർക്കും ഇങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്, അത് കാരണം ഡിപ്രഷൻ വരുന്നു, അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ വരുന്നു, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ലാതെ, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ട് നമ്മളെ അതായത് ഒന്നും അല്ലാണ്ടാവുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു എത്രയോ പേര് മേ ബി അങ്ങനെ ഉണ്ടായിരിക്കാം, നമുക്കത് അറിയില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ടേമിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, പറയുന്നു, ഡിസ്കസ് ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ഇതിനെ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ അപ്രോച്ച് എങ്ങനെയാണ്, ഇതിൻ്റെ ആക്ച്വൽ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെയും നമ്മളിത് എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്രയും നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലും എല്ലായിടത്തും ഇത് കാണാണ്. എത്ര ആത്മഹത്യയാണ് 2025 തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അല്ല, പേടിയാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാൻ അൺമാരീഡാണ്, പക്ഷേ അറ്റ് മൈ 34 years old ഞാൻ ഭയങ്കരമായിട്ട് ഭയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലിറ്ററലി ഞാൻ എല്ലാവരോടും പറയുന്നത്. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും, നീ എന്താ കെട്ടാത്തത്, നീ കെട്ടിക്കൂടെ. ഇപ്പം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ പഠിച്ച ഒരാളാണ്.
അല്ല അതാ ഞാൻ പറഞ്ഞേ, ജോക്സ് അപ്പാർട്ട്. ഇന്നലെ അവള് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ എനിക്കൊരു നമ്പൂരി കല്യാണമൊക്കെ കൂടണമെന്നുണ്ട്, നീ കെട്ട് എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ പറയാ. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അവളോട് ഇതേ കാര്യം പറഞ്ഞു, എനിക്ക് പേടിയാണ്. അതായത് സറൗണ്ടിങ്സിലുള്ളപ്പോൾ ഒരു 70% പെൺകുട്ടികളുടെ ഒരവസ്ഥ, അൺമാരിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭീകര. അതായത് ഞാൻ 70% ഞാൻ പറയാൻ കാരണം ഐ വോണ്ട് ജനറലൈസ്. നീ അടക്കം എൻ്റെ വളരെ സെൻസിബിൾ സർക്കിളിലുള്ള കുറച്ച് ഗേൾസ് ഉണ്ട്, ഐ എം ഓക്കെ വിത്ത് ദം. പക്ഷേ കൂടുതൽ ആൾക്കാരും അവരിപ്പം ചിലപ്പം UG കഷ്ടിമുഷ്ടിയൊക്കെ പാസ്സായിട്ടുണ്ടാവുക, ചിലപ്പോൾ ജോലി ഇല്ല, ഓക്കെ ഫൈൻ. പക്ഷെ അവരെന്താ, ഒന്നില്ലെങ്കിൽ നമ്മൾ അവരെ കല്യാണം കഴിച്ചിട്ട് പുറത്ത് സെറ്റിൽ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ജോബ് വേണം, അല്ലെങ്കിൽ 80,000 സാലറി വേണം എന്നൊക്കെ പറയുന്നൊരു സംഭവം. അതൊന്നും തെറ്റാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഭീകരാവസ്ഥ പല കാര്യങ്ങളിലും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ബാറ്റേഡ് വുമൻ സിൻഡ്രോമിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങിയെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അണ്ടർ കറൻസ് ഇവിടെ പല കാര്യങ്ങളിലും കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പം അശ്വിൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു ബോയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫീമെയിലിനെ കുറിച്ച് അവർക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടോപ്പിക്കാണ് കേട്ടോ. അതെ അതെ. അപ്പോൾ അത് സംസാരിച്ചു തുടങ്ങിയ വേറെ തന്നെ കുറേ ഡയമെൻഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സണലി മനസ്സ് തുറക്കുന്ന എന്നെ നീ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും ചിലപ്പോൾ. ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നായിരിക്കും മേ ബി ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. ആരും പോസ്റ്റ് മാരേജിലായിരിക്കില്ല ഇങ്ങനെ മാറുന്നത്. ഇപ്പം ഇതിൽ ബാറ്റേഡ് വുമൻ സിൻഡ്രോം ഒരാൾ അനുഭവിക്കുമ്പോൾ അയാൾക്ക് ആ അനുഭവം കൊടുക്കുന്ന പുരുഷനുണ്ടല്ലോ അപ്പുറത്ത്, അയാൾ മേ ബി പോസ്റ്റ് മാരേജിലല്ല അയാൾ ഇങ്ങനെ മാറുന്നത്. മുമ്പ് തന്നെ ചിലപ്പോൾ അയാളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടാവും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിങ്ങനെ ഗ്രാജുവലി പുറത്തേക്ക് വന്ന് എനിക്കിത് പറഞ്ഞപ്പം തോന്നിയ ഒരു ഓർമ്മ വന്നൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പേജ് ഉണ്ട്, യുറേക്ക സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അല്ല, അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഈ ഇടയ്ക്ക് വന്നൊരു വീഡിയോ ഉണ്ട്, ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റീല് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു മെയിൽ ക്യാരക്ടർ പെണ്ണ് കാണുക എന്നുള്ളതല്ല, പക്ഷെ ഇവർ പുറത്ത് വെച്ചിട്ട് ആദ്യമായിട്ടൊന്ന് കാണുകയാണ്. അതായത് മറ്റേ പ്രപ്പോസൽ വന്ന ഒഫീഷ്യലി രണ്ടുപേരും ആ റീലാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി അവരുടെ വേറെ ഒരു റീൽ ഇടയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മ്യൂസിക്, ഇവരുടെ എല്ലാ വീഡിയോസിലും അതുണ്ട്. അപ്പം നമ്മുടെ കാര്യം അതല്ല, നമ്മള് യുറേക്ക സ്റ്റോറീസിനെ കുറിച്ച് പറയുന്ന എപ്പിസോഡ്, അതല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ചില കാര്യങ്ങൾ അക്നോളജ് ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞ അതിലുള്ള കണ്ടന്റ് ഒരൊറ്റ സിംഗിൾ ഡയലോഗാണ് എനിക്കിത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ. അതിലിങ്ങനെ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് വരുന്ന കല്യാണം മുഴുവനും മുടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും ഈ കൈൻഡ് ഓഫ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കല്ലേ എന്ന് ആണുങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ചോദിക്കും. അപ്പോൾ എനിക്കായിട്ടുള്ളൊരു ഇടം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പയ്യൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വിശാല മനസ്സോടുകൂടി സംസാരിക്കണമെന്ന് ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ, ഇന്നെ ഇഷ്ടമാണെന്നാണോ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇയാളുടെ തിരിച്ചുള്ള ഒരു റെസ്പോൺസ് ഉണ്ട്, ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ അവകാശങ്ങളെക്കുറിച്ചാണ്. അതുപോലെയുള്ള നിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതെൻ്റെ വിശാല മനസ്സാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെന്തൊരു അവസ്ഥയാണ്. ആക്ച്വലി പുതിയ തലമുറ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു ഈ ബാറ്റേഡ് വുമൻ സിൻഡ്രോം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വരേണ്ട മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് വേണം. അതായത് ആണുങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ അവർ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്പേസ് വേണം, ഞാൻ ഓഫീസിൽ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ നീ ഭക്ഷണം ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറയുന്ന ആണുങ്ങൾ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഇതേപോലത്തെ കാര്യങ്ങൾ പെണ്ണുങ്ങൾക്കുണ്ടല്ലോ. മേ ബി ഈ പറയുന്ന ഇപ്പം ഇതിൻ്റെ ഒരു ടെക്നിക്കലി ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, നീ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഡൊമസ്റ്റിക് വയലൻസിൽ അല്ലെങ്കിൽ ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സെക്ഷൽ വയലൻസിൻ്റെ പെർസിസ്റ്റൻസിൽ നിന്നാണ് പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരുന്നത്. ഞാൻ പറയുന്നത് അത് അപ്പം എന്തായാലും ഫിസിക്കൽ വയലൻസ് മാത്രമല്ലല്ലോ. അപ്പം മെൻ്റൽ വയലൻസ് ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീക്കും ഇതുപോലെ ഈക്വലി ഒരു റൈറ്റും ഒരു സ്പേസും അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പെർസ്പെക്റ്റീവ്സ് വരണം. നമ്മൾ ആണുങ്ങൾ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ശിക്ഷിക്കപ്പെടാതിരിക്കാനും ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത് വരാതിരിക്കാനും ആദ്യം ഞാൻ പറയുന്ന പാരൻറ്റിങ് ഐ തിങ്ക് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നീ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടുള്ള മലയാളികളായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇപ്പം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിൽ ഈ ഇടയ്ക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ നമ്മൾ കണ്ടതാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, എൻഗേജ്മെൻറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അറിയാമായിരുന്നു പയ്യൻ ഇങ്ങനെയാണെന്ന്, പക്ഷേ നാട്ടിലൊക്കെ പറഞ്ഞു പോയി കല്യാണം, അപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ അങ്ങനെ ചിന്തിക്കുകയാണ്, സൊസൈറ്റി എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, സ്വന്തം മകളെ എറിഞ്ഞു കൊടുത്തു. എനിക്ക് അതിൽ ആ ഇൻസിഡൻറ്റിൽ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ ഈ മോള് കുറേ വോയിസ് നോട്ട്സ് അയച്ചിട്ടുണ്ടല്ലോ വാട്സപ്പിൽ, ഒരു 8 വോയിസ് നോട്ട്സ് മറ്റോ അയച്ചു എന്ന് തോന്നുന്നു. അതിൽ 1-2 തുറന്നു നോക്കിയിട്ടുള്ളൂ, ബാക്കി തുറന്നു നോക്കുന്നത് ആ കുട്ടി മരിച്ചതിന് ശേഷമാണ് തുറന്നു നോക്കുന്നത്. അപ്പം എൻ്റെ മോൾ ഇത്രയും ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയെന്ന് ആ
കുട്ടി മരിച്ചതിന് ശേഷം അണ്ടർസ്റ്റാൻഡ് ചെയ്യണത്. ഈവൺ അത് തുറന്ന് നോക്കിയിരുന്നെങ്കിലും ഒരു പക്ഷെ അവരത് ഓവർകം ചെയ്യട്ടെ, അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചേനെ. പക്ഷെ അത് അദ്ദേഹം ഇപ്പം വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഇത് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എൻ്റെ മോളെ രക്ഷിക്കായിരുന്നു എന്ന്. പക്ഷെ അത് അങ്ങനെയല്ല ആക്ച്വലി. എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ആക്ച്വലി ഇപ്പോൾ ഡിവോഴ്സായി. അപ്പോൾ ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പാർട്ട്ണറിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ രാത്രിയൊക്കെ വാതിലടച്ചിട്ട് വീടിൻ്റെ പുറത്ത് കിടത്തുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ. വേറെ ഒന്നുമല്ല, ഈ കുട്ടി കരിയറിൽ നല്ല ഫോക്കസ്ഡ് ആണ്, അതാണ് ഈ ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തതും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ആണ് അവരുടെ ഇടയിൽ വന്നിട്ടുള്ളത്. അവരെക്കാളും ഭയങ്കര ടാലൻ്റ് ഒക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ. പക്ഷെ ഇതിൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം കേട്ടിട്ടാണ്, അതായത് വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം വീട്ടുകാർ പറയുന്നത് നാട്ടുകാർ എന്ത് ചോദിക്കും, അവരെന്ത് ചോദിക്കും, ബന്ധുക്കൾ എന്ത് ചോദിക്കും, എന്ത് ഇത്ര നാൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവർക്കൊരു കുട്ടിയുണ്ട്, അപ്പോൾ ആ കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ അവിടെയല്ലേ പഠിക്കുന്നത്, അപ്പോൾ അവിടെ പോയി നിൽക്കുക, മോന് വേണ്ടിയിട്ട് നീ ഇതൊക്കെ സഹിക്കി. ഇതിങ്ങനെ പറഞ്ഞ് ആക്ച്വലി ഈ കുട്ടിക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റി. കാരണം ഇവൾക്കൊരു പ്രൊഫഷനുണ്ട്, ഫൈനാൻഷ്യലി ഈ കുട്ടി ഡിപ്പെൻഡൻ്റ് ആണ്. യെസ്, അപ്പോൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇവൾക്കത് ഓവർകം ചെയ്ത് വരാൻ പറ്റിയത്. അങ്ങനെ അല്ലാത്ത എത്രയോ പേരുണ്ട്. മേ ബി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു, അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താ, ആക്ച്വലി പാരന്റിങ്ങിൽ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥ അല്ല, ഇതിപ്പോൾ പിന്നീട് സംഭവിക്കുന്നതാണല്ലോ. ഞാൻ പറയുന്നത് പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം സ്ത്രീധനമൊന്നുമല്ല. അവർക്ക് വേണ്ട കാര്യം എന്താ വെച്ചാൽ, ഏത് പാതിരാത്രിക്കും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് തിരിച്ച് ഓടിച്ചെല്ലാനൊരു വീട് അവർക്ക് വേണം. ഇപ്പം നമ്മുടെ നാട്ടിലത് വളരെ കുറവാണ്. വേറൊരു രീതിയിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ഇനി അതും കൂടി നമ്മൾ പറയണം. ഒരു കൈൻഡ് ഓഫ് പാരൻസ് ഉണ്ട്, ഒരു മകളുടെ കല്യാണം ആവുന്നതിന് മുന്നേ ഒരു കൗൺസിലിംഗ് കൊടുക്കും ഇവർക്ക് വീട്ടിൽ. അവർ പറയുന്നത് എന്താ അറിയോ, മോളെ അവിടെ പോയിട്ട് നീ ആരുടെയും കാൽ കീഴിൽ കിടക്കാനല്ല ഞങ്ങൾ കല്യാണം കഴിച്ചു വിടുന്നത്. അവൻ എന്തെങ്കിലും പറയുന്നുണ്ടോ, നീ ഇങ്ങോട്ട് പോര്, നമുക്കൊരു കേസ് ഫയൽ ചെയ്യാം, ഡിവോഴ്സ് ചെയ്യാം, ഞങ്ങൾ നോക്കിക്കോളാം നിന്നെ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അൺഹെൽത്തിയാ. അത് ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്ന കുറേ മനുഷ്യന്മാരുണ്ട് ഇവിടെ. അതല്ല നമ്മൾ പഠിപ്പിക്കണ്ടേ, ജീവിക്കാൻ പഠിപ്പിക്കണം. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ ഉറപ്പായിട്ടും ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലൊക്കെ പറയുന്ന പോലെ 2 പേര് സംസാരിച്ച് തീർക്കേണ്ട വിഷയം 20 പേര് ചേർന്ന് വഷളാക്കുന്ന അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുക. പക്ഷെ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ, നമ്മുടെ മോളുടെയും മകൻ്റെയും ഇടയിൽ അത് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഇടപെടാം, അതും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. അപ്പം ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്ന പോലെ ആ ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു പാരൻറ്റിങ് അവിടെ വേണം. കല്യാണം കഴിഞ്ഞാൽ ഇവർക്ക് ഞാനവിടെ പോയി നിന്ന അച്ഛൻ്റെ അമ്മയുടെയും ചോദ്യം കേൾക്കുമല്ലോ, അത് കാരണം ഞാനിത് സഹിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് കുട്ടികളെ വിട്ടുകൊടുക്കരുത്. പിന്നെ ഏറ്റവും സഫർ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ ബാറ്റേർഡ് വുമൻ സിൻഡ്രോം ഉള്ള ഒരു സ്ത്രീയുടെ മക്കളെ ആലോചിച്ച് നോക്കിയേ. കുഞ്ഞു മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ചിലപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അമേസിംഗ്ലി ഒരു 5 വയസ്സിൽ 6 വയസ്സിലൊക്കെ ഭയങ്കര മെച്യൂരിറ്റി കാണിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നില്ലേ. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ, അവർ സൈലൻ്റ് ആവും. കാരണം എൻ്റെ അമ്മ എന്നും കരയുന്നതാണ് ഞാൻ കാണുന്നത്, അപ്പോൾ ഇനി അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാനും എൻ്റെ വേദനകൾ പറയാണ്ടിരിക്കാം. പിന്നെ ആസ് ദേ ഗ്രോ അവർ സിമിലർ അവസ്ഥയിലേക്കാണ് പോവുക. മേ ബി അവർ ഭയങ്കര ഇൻട്രോവേർട്ട് ആവും, സബ്മിസീവ് ആവും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അവർ സബ്മിസീവ് ആവും. നാളെ അവരൊരു കല്യാണം കഴിക്കാൻ നോക്കുമ്പോൾ ഒന്നുകിൽ ഏതൊരു ദേ വിൽ എൻഡ് അപ്പ് ഇൻ ദ ഡെസിഷൻ നോട്ട് ടു ഗെറ്റ് മാരീഡ്. അതാണ് നമ്മളെപ്പോഴും പറയില്ലോ, സൊസൈറ്റി തന്നെയാണ് ഒരാളെ കൾപ്രിറ്റ് ആക്കുന്നത് എന്ന്. അത് എങ്ങനെയാണ് അയാളുടെ ചൈൽഡ്ഹുഡിൽ അയാൾക്ക് വന്നിട്ടുള്ള ഇതേപോലെയുള്ള ഫാമിലി സിറ്റുവേഷൻസിലൂടെ വളർന്നു വരുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നത്. ഒരാൾ കുറ്റവാളി ആവുന്നത് മേ ബി അയാളുടെ ചൈൽഡ്ഹുഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ആ കുട്ടിക്ക്, നമ്മൾ കുറ്റവാളി എന്ന് കാണുമ്പോൾ ആ കുറ്റവാളി തന്നെ ഒരു 4 വയസ്സുള്ള ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നപ്പോൾ അയാൾ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മേ ബി നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അയാൾ എങ്ങനെ അങ്ങനെ ആയി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര വൈഡായിട്ട് സംസാരിക്കേണ്ട ടോപ്പിക്കാണ്. എന്താ കാരണം എന്നറിയോ, നമ്മളിപ്പോൾ ബാറ്റേർഡ് വുമൻ സിൻഡ്രോം എന്നുള്ളൊരു ടോപ്പിക് എടുത്തെങ്കിലും അതിൽ നമ്മൾ ഓരോ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. യെസ്, ഇപ്പോൾ പേരൻറ്റിങ് പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല മക്കളെ വളർത്തുക, അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ സ്ത്രീധനം വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞത് ഒരു മെയിലായിട്ടുള്ള അശ്വിനാണ്. ഐ മീൻ ഞാനല്ല അത് പറഞ്ഞത്. അപ്പോൾ അതാണ് വേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടും കാര്യമില്ല. എനിക്ക് ഭാവിയിൽ ഒരു മാരേജ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഞാനത് പ്രാക്ടീസ് ചെയ്യണം, റൈറ്റ്? പിന്നെ ഇതിനൊരു സൊല്യൂഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിസ്റ്റിനെ കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ, ഇതിനെങ്ങനെ കൊണ്ടുവരാന്നുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്ക് ക്രിയേറ്റീവ്ലി എസ്തെറ്റിക്കലി ഇതിന് പറയാവുന്ന കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത്
വാലിഡേഷൻ ആൻഡ് അക്നോളജ്മെൻറ്റ് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പെൺകുട്ടിക്ക് അവളുടെ വീട്ടിൽ കിട്ടുന്ന ഇപ്പം എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് അച്ഛന്മാർ സൂപ്പർ ഹീറോ ആയിരിക്കും പൊതുവേ. അതെന്തുകൊണ്ടാണ്? അച്ഛന്മാരുടെ അടുത്ത് നിന്ന് അവർക്ക് എപ്പോഴും നീ എൻ്റെ കുട്ടനല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് വാലിഡേഷൻസ് കിട്ടും. ഞാൻ പറയുന്നത് അപ്പോൾ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിലും അവിടെ ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ബാക്കി ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് കിട്ടണം. ഈ പറയുന്ന ഒരു സെൽഫ് ഡിനയൽ ഉണ്ടാകുന്നു. ഇപ്പം പുറത്ത് വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഉള്ള ഭാര്യമാർ, അതായത് ഗൾഫിലോ എവിടെയെങ്കിലുമൊക്കെ, ഇപ്പം ചിന്നുവിൻ്റെ ഹസ്ബൻഡ് പുറത്താണ്. ഞാൻ പറയുന്നത് നീ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിനക്ക് ഇടയ്ക്കൊരു സങ്കടവും ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യും, എത്ര ഹാപ്പി ആയാലും. അപ്പം നിന്റെ പപ്പയുടെ അടുത്ത് നിന്ന് മമ്മിയുടെ അടുത്ത് നിന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? മോളെ വാ നമുക്ക് ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാലിഡേഷൻ കിട്ടണം. അത് പറയാൻ തോന്നണം അല്ലേ? അപ്പോൾ സെൽഫ് ഡിനയൽ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇപ്പുറത്ത് കിട്ടണം. എനിക്ക് എന്നെ ഡിനൈ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വാല്യൂ ഉണ്ടെന്ന് മറ്റൊരാളുടെ അടുത്ത് നിന്ന് എനിക്ക് കേൾക്കണം. ചിലപ്പോൾ അത് എനിക്ക് സ്വയം റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അപ്പുറത്ത് ഒരു അക്നോളജ്മെൻറ്റ് വേണം. നമ്മൾ ഒരു കറി ഉണ്ടാക്കി, നമ്മളെല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഡിഷാണ്, പക്ഷെ അന്ന് നമ്മൾ ഓക്കെ അല്ലാന്ന് നമ്മുടെ ഹസ്ബൻഡിന്റെ അച്ഛനോ അമ്മയ്ക്കോ മനസ്സിലായാൽ ഇപ്പം അച്ഛൻ വന്ന് പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ആദ്യം ഇത് വിശ്വസിക്കാണ്ട് നീ ചിലപ്പോൾ പറയും ഞാൻ അത് എല്ലാ ദിവസവും ഉണ്ടാക്കണല്ലേ പപ്പ എന്ന് ചോദിക്കുമ്പോൾ അല്ലട്ടോ ഇന്ന് എന്തൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഈ വാലിഡേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുപോലെ അക്നോളജ്മെന്റ്, നമ്മൾ അങ്ങോട്ടൊരു കാര്യം ചെയ്തു കൊടുക്കുന്ന സമയത്ത് എടാ അത് നന്നായി. ഇപ്പോൾ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് പുള്ളിയോട്, ആ ഫ്രണ്ടാണ് എൻ്റെ കമ്പനിയിലുള്ളത്, ഹസ്ബൻഡ് ഒരു മെയിൽ. അപ്പം പുള്ളിയോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം എന്താ അറിയോ, ഒരു തവണ ഞാൻ ഉള്ള സമയത്ത്, ഞാനുള്ളൊരു ഒക്കേഷനിൽ പുള്ളി നാട്ടിൽ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പോയതാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയണ സംഭവമുണ്ട്, ഇവളുണ്ടല്ലോ, ഇവളെ കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് ഇവിടേക്ക് വരാൻ എൻ്റെ ജോലി കാരണം വർഷത്തിൽ 2 തവണ എനിക്ക് ലീവുള്ളൂ. ആ സമയത്ത് പുള്ളി ചൈനയില. അപ്പം ആ ലീവിന് വരുന്ന സമയം അല്ലാത്ത എല്ലാ സമയത്തും ഒരു പെൺകുട്ടിക്ക് കടന്നു പോകാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിറ്റി പോയിട്ടുണ്ട്. പക്ഷേ ഒറ്റ തവണ പോലും ആ സമയത്ത് ഇവൾ എന്നെ ഫോൺ ചെയ്തിട്ടില്ല. പകരം ഇവളത് ഞാൻ അത്ഭുതത്തോടെ നോക്കി, ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്കത് അത്രയും രസമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പം ഞാൻ വിചാരിക്കും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മനുഷ്യനെ അക്നോളജ് ചെയ്യുന്നത്. ഇവളെ ഇങ്ങനെ ഇത്രയും രസമായിട്ട് അക്നോളജ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവളുടെ അച്ഛൻ റീസെൻ്റ്ലി മരിച്ച സമയത്ത് പുള്ളി നാട്ടിലുണ്ട്. അപ്പോൾ പുള്ളി നാട്ടിലുള്ള സമയത്ത് ദ വേ ഹി എംബ്രേസസ് ഹെർ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പല ഹസ്ബൻഡ്മാരും മേ ബി ഇപ്പൊ ഹസ്ബൻഡ് അക്നോളജ് ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു. പലരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അത് അവരുടെ ഡ്യൂട്ടിയാണ്, അത് അങ്ങനെ ചെയ്ത് പോട്ടെ എന്ന് വിചാരിക്കാം എന്നല്ലേ? യെസ്, കറക്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ഇതിന്റെ ആഡഡ് ആയിട്ടുള്ള, കാരണം വയലൻസ് എന്ന് പറയുന്നത് ഫിസിക്കലി മാത്രമല്ല, ഏറ്റവും വയലൻസ് ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നിന്നെ കൊണ്ട് ഞാൻ തോറ്റു, അല്ലെങ്കിൽ നിനക്ക് ഇത് തന്നെയാണോ പണി എന്നുള്ളൊരു ഒറ്റ ഡയലോഗ് മതി. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും വളർന്നു വന്നിട്ടുള്ളത് ഡിഫറെൻറ്റ് സിറ്റുവേഷനിലൂടെയാണ്. നമുക്ക് ചെറുപ്പത്തിൽ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, നമ്മൾ അറിയാതെ എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ കയറിയിട്ടുള്ളത് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്, അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സർക്കംസ്റ്റൻസിലേക്കാണ് ഈ വിവാഹത്തിന് ശേഷം പോകുന്നത്. അവർക്ക് അറിയാത്തൊരു വീട്, ഇപ്പോൾ കുറേയൊക്കെ മാറി, നമ്മളെല്ലാവരും മാറിയൊക്കെ താമസിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ എന്നാലും നമ്മളൊരു വേറൊരു അച്ഛനും അമ്മയുടെ അടുത്തേക്ക് പോകുന്നു, അവിടെ അഡാപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതാണ്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ശരിക്കുള്ളൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ലൈഫിൽ ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം കുറേ റീലും പോസ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ്, ഇവർ സെറ്റാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവർ ശരിക്കും ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, കൂടെയുള്ളവർ ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അവർ തരുന്ന സപ്പോർട്ടിൽ നമുക്ക് എത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ഈ പറഞ്ഞ പോലെ അക്നോളജ്മെൻ്റ് ആയിരിക്കും, ഇത് നല്ല രസമായിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിനക്ക് നല്ല കഴിവുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മതി. നമുക്ക് നമുക്ക് ആ സമയത്തൊരു സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ് തോന്നും. ശരിയാണ്, ഇത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അതെ, അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഒരു സിൻഡ്രോം എന്നുള്ളത് മാത്രമല്ല, പലതരത്തിലാണ് സ്ത്രീകൾ പലതരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ അശ്വിൻ പറഞ്ഞു വന്നപ്പോൾ യുറേക്ക സ്റ്റോറീസിൻ്റെ ഒരു തീം പറഞ്ഞപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ടല്ലോ, ആണുങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ വേറെ ആരും ഉണ്ടാവണമെന്നില്ല. സ്ത്രീകളെ കുറിച്ച്, അവരുടെ എംപവർമെൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന അബ്യൂസിനെ കുറിച്ചൊക്കെ ഈവൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ ആണുങ്ങൾക്ക് അതില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കരഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് വിഷമം വന്നവർ ആരുടെ അടുത്ത് പോവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങളെന്നല്ലോ, ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ ആണുങ്ങൾ പലരും, ഞാൻ വിചാരിക്കുന്ന ചിലരൊക്കെ ഇങ്ങനെ ഒരു സ്മൈലിയൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസും സ്റ്റോറി ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
അവര് കടന്നു പോണത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കാരണം ഇത് എഴുതിയിട്ട് കഴിഞ്ഞാൽ കളിയാക്കുകയാണ് ശരിയാണ്. അത് ആണുങ്ങൾ കരയരുത് ഇതെന്തിനാ ഇപ്പോ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ ചുമരുകൾ മാത്രമുള്ളവന്റെ വേദന നിനക്കറിയോ എന്നുള്ള ഈ ഡയലോഗൊക്കെ ഇത്രയും അധികം വൈറലായിട്ട് റീൽസിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ റീസൺ ഇതാണല്ലോ. അവരനുഭവിക്കുന്ന അവസ്ഥകൾ ഭയങ്കര ഭീകരമാണ്. അത് വേറെ തന്നെ ഒരു ടോപ്പിക് ആട്ടോ. കാരണം അവർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞ ആവശ്യമുള്ള കുറച്ച് നിയമങ്ങളിൽ അമെൻമെന്റ്സ് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതെ, ഞാൻ എന്താ അതിലേക്ക് കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇപ്പം എപ്പോഴും ബാറ്റേർഡ് വുമൺ സിൻഡ്രോം, ആ വുമൺ സിൻഡ്രോം എന്നുള്ളത് അങ്ങനെ മാത്രമല്ല, വാട്ട് ഇഫ് ബാറ്റേർഡ് മാൻ സിൻഡ്രോം ഉണ്ടാവാലോ. അതാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെയും ഉണ്ടാവാം. നമ്മൾ അതിനെക്കുറിച്ചുള്ള പ്ലാറ്റ്ഫോംസ് സംസാരിക്കുന്നത് അധികം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് കുറവാണ്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ അനുഭവിക്കുന്നത് അങ്ങനെ ഒരു സംഭവം. നമ്മുടെ സൊസൈറ്റി അങ്ങനെയായി. നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ബാലൻസിങ് ഇല്ലല്ലോ. എപ്പോഴും ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം, പുരുഷന്മാർ ഇങ്ങനെ രണ്ടിടത്തും പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 50 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരുപാട് മാറ്റം വരും. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടെ ഒക്കെ മാറി ചിന്തിക്കുന്നുണ്ട്, നീങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു മദർ ഇൻ ലോ ആയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇത്തിരി പെർസെപ്ഷൻസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ പെരുമാറുക. ഇപ്പം എൻ്റെ മോന് ഒരു വയസ്സ് പോലും ആയിട്ടില്ല. പക്ഷെ ഞാൻ പറയാണ്, അവൻ കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു ആ നിലനിൽക്കുന്ന സൊസൈറ്റിയിലുള്ള ആ ഒരു ടിപ്പിക്കൽ സ്റ്റീരിയോ ടൈപ്പിലായിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് തോന്നുന്നു എല്ലാം ലാസ്റ്റ് വരുന്നത് ഈ പേരൻറ്റിലേക്കാണ്. നമ്മൾ പാരൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്താൽ അതിനൊരു ചെറിയൊരു സൊല്യൂഷൻ വരുമായിരിക്കും അല്ലേ. അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹൃദയം തുറന്നുള്ള സംഭാഷണങ്ങൾ, കോൺവെർസേഷൻസ്, ലിസൺ ചെയ്യാൻ ഒരു ഫ്രണ്ട് ഉണ്ടാവുക. ഇന്നത്തെ കാലത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാക്കി സംസാരിക്കുന്ന, കേൾക്കാൻ എന്താ പറയുക, എല്ലാവരും ബിസിയാണല്ലോ. അപ്പോൾ ഒരാളുടെ അടുത്ത് ഒന്ന് വേഗം പറഞ്ഞു വെക്കുക, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറയാത്ത ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ, പ്രിറ്റൻഡ് ചെയ്യാത്തൊരു നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പറയാം, ഇൻഷാ അല്ലാ നമുക്ക് അങ്ങനെയുള്ള നല്ല കോൺവെർസേഷൻസ് കൊടുക്കാനെങ്കിലും പറ്റട്ടെ. നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ അത്തരത്തിലുള്ള ഒരുപാട് പേര് ഇപ്പം നമ്മുടെ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഒരാളില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട അല്ലേ. നമ്മളൊക്കെ ഉണ്ട്, എല്ലാത്തിനും ഒരു സൊല്യൂഷനും ഉണ്ട്. യെസ്, കറക്റ്റ്. അപ്പം അങ്ങനെ നമുക്ക് വേറെ നല്ലൊരു ടോപ്പിക്കായിട്ട് അല്ലേ, നമ്മുടെ എല്ലാ ടോപ്പിക്കും കുറച്ച് വൈഡായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താണ്. നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. വീണ്ടും കാണുന്നവരെ ബൈ.